ശരിക്കും ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ? അതെ, ക്യാൻസറാണ്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വന്ന് കരയണ്ട എന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തു നിന്ന് ഞാനിത് മറച്ചു വെച്ച് ഇത് പറയാൻ സമയമായി. മോശമാണ്. ബ്രസ്റ്റ് ചെയ്യുന്നത് കഷത്തിലേക്ക് വ്യാപിച്ചു, ലിംബിനോട് വഴി ഹാർട്ടിന്റെ മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു, ലങ്സിലോട്ട് വ്യാപിച്ചു. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ മുതൽ എല്ലാവരും ഒരു ഞെട്ടലോടുകൂടി കേൾക്കുന്ന ഒരു വാർത്തയാണ് രേണു സുധിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു എന്നുള്ളൊരു വീഡിയോ പുറത്തു വന്നത്. അതായത് രേണു സുധിയുടെ ഒരു ഇന്റർവ്യൂ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് രേണു സുധി പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ 1.5 ആഴ്ചയായിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വർത്തമാനമുണ്ട്, രേണു സുധിക്ക് ക്യാൻസർ ആണ് എന്നുള്ള രീതിയിൽ. അപ്പൊ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് രേണു സുധി ആ ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. എന്തൊക്കെയാണെങ്കിലും ക്യാൻസർ ആണ് തനിക്കെന്നുള്ള കാര്യം ആ ഒരു വീഡിയോയിലൂടെ കൃത്യമായിട്ട് രേണു സുധി പറയുന്നുണ്ട്. ക്യാൻസർ ഡിക്റ്റേറ്റ് ചെയ്ത ഈ ഒരു റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ രേണു സുധി ആ ഒരു വീഡിയോന്റെ ഭാഗമായിട്ട് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും രേണു സുധി ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പല കണ്ടന്റുകളിലും രേണു സുധിയെ നമ്മൾ എതിർത്തിട്ടുണ്ട്. ചെയ്യുന്ന പല കാര്യങ്ങളും ഭയങ്കരമായിട്ട് തെറ്റാണെന്നുള്ള കാര്യം നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന പോലെ രേണു സുധി വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോലും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, ഈ പറയുന്ന രേണു സുധി കണ്ടന്റുകൾ കേൾക്കാനും കാണാനും താല്പര്യമില്ലാത്തവർ വീഡിയോ സ്കിപ്പ് ചെയ്തോളാം. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു വ്യക്തി ഇത്രയും ഒരു സങ്കടം അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം ആ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ രേണു സുധിയുടെ ക്യാൻസറിന്റെ 3ാമത്തെ സ്റ്റേജ് കംപ്ലീറ്റ് ആയി ഇപ്പോൾ 4ാമത്തെ സ്റ്റേജിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ കീമോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണെന്ന് രേണു സുധി ഓൾറെഡി പറയുന്നുണ്ട്. ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് കുറച്ച് നാളുകളായി, പക്ഷെ അത് ബോധർ ചെയ്യാതെ ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് വിട്ടുപോയതിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അടുത്ത സുഹൃത്തുക്കൾക്കും മാനേജർക്കും ഫാമിലി മെമ്പേഴ്സിനും മാത്രമാണ് ഈ ഒരു ക്യാൻസർ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതെന്നും രേണു സുധി വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും രേണു സുധി കണ്ടന്റുകൾ പൊതുവെ സംസാരിക്കുന്ന സമയത്ത് വാതോരാതെ ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നതും രേണു സുധി സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന പല കാര്യങ്ങളും ഭയങ്കരമായിട്ട് എതിർക്കുമ്പോഴും ഇങ്ങനെ വാക്കുകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് വരാറുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് ഒത്തിരി സങ്കടമുണ്ട്. ഈ പറയുന്ന പോലെ എനിക്ക് പേഴ്സണലി രേണു സുധിയോട് യാതൊരു ദേഷ്യവുമില്ല. ബിഗ് ബോസ് സീസൺ 7 വന്നു പോയ സമയത്ത് രേണു സുധിയെ നേരിട്ട് പോയി കണ്ട് അഭിനന്ദിച്ച ഒരു വ്യക്തിയൊക്കെയാണ് ഞാൻ. എയർപോർട്ടിലൊക്കെ വന്ന സമയത്ത് ഒന്നിച്ച് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയൊക്കെയാണ് ഞാൻ. അന്ന് എന്നോട് ഒത്തിരി നേരം സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു വീഡിയോസിനെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട്. നമ്മൾ പൊതുവെ ബിഗ് ബോസ് വീഡിയോസ് ആണ് ചെയ്യാറ്. അപ്പോൾ ഈ പറയുന്ന പോലെ അത്തരത്തിൽ വളരെ ആക്റ്റീവായിട്ട് ബിഗ് ബോസിൽ ഉൾപ്പെടെ ഒത്തിരി പേരെ എന്റർടൈൻ ചെയ്യിച്ചു. അതുപോലെ ഒത്തിരി ഈ പറയുന്ന കുറഞ്ഞ സമയത്തിനുള്ളിൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുത്ത ഒരു വ്യക്തിക്ക് ഇത്രയും മോശമായിട്ടുള്ളൊരു അവസ്ഥയിൽ വന്ന് നിൽക്കുന്നു എന്നറിയുമ്പോൾ ഒത്തിരി സങ്കടമുണ്ട്. ഇപ്പോൾ വീഡിയോ തന്നെ രേണു സുധി പറയുന്ന ഒരു കാര്യമാണ്, കീമോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന് എപ്പോഴും നമുക്ക് എതിർത്ത് നിന്ന് തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു ഉള്ളിലൊരു വിശ്വാസം വേണം, നമ്മളെ കൊണ്ടത് പറ്റും. നമ്മളെപ്പോഴും നല്ല ഈ പറയുന്ന പോലെ ഒരിക്കലും വീക്ക് ആവാൻ പാടില്ല. എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ക്യാൻസർ പോലുള്ള രോഗങ്ങളെയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പറയുന്ന എതിർത്ത് നിന്ന് തോൽപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം എത്രയും പെട്ടെന്ന് രേണു സുധിക്ക് വളരെ സ്ട്രോങ് ആയി നിന്ന് വളരെ നല്ലൊരു മെന്റൽ ഹെൽത്തോട് കൂടിയ ഒരു രോഗത്തെ എതിർത്ത് നിന്ന് തോൽപ്പിക്കാനായിട്ടും ഇതിൽ നിന്ന് എത്രയും പെട്ടെന്നൊന്ന് റിക്കവർ ആയിട്ട് വരാനായിട്ടും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ടുകൊണ്ട് യൂട്യൂബേഴ്സൊക്കെ കൂടി ഈ പറയുന്ന രേണു സുധി കണ്ടന്റുകൾ ചെയ്യുന്ന എല്ലാവരും കൂടി ആൾക്കൊരു സഹായമൊക്കെ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്നെ ബന്ധപ്പെടുകയാണെങ്കിൽ ഞാനും എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇന്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ രേണു സുധി പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ കിച്ചുവിനെ ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് നമ്മുടെ രാഹുൽ സുധിയെ ബന്ധപ്പെട്ടുകൊണ്ട് രേണു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ പറയുന്ന ആങ്കർ ചോദിക്കുകയാണ്, ഇപ്പൊ ഈ ഒരു രോഗം വന്നതിന് ശേഷം ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്തിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സങ്കടമെന്ന് ചോദിക്കുമ്പോൾ രേണു സുധി പറയുന്ന ഒരു കാര്യമാണ്, കിച്ചുവിനെ പറ്റി ഞാൻ ബോധേഡ് അല്ല, അവൻ വലുതായി, എനിക്ക് ഋതപ്പന്റെ കാര്യമാണ് കുറച്ചുകൂടി സങ്കടം. ഈ പറയുന്ന ഒരു ചെറിയ പ്രായമാണ്, അമ്മയില്ലാതെ ഇനി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി കഷ്ടപ്പാടായിരിക്കും, പിന്നെ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടായാലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ രേണു സുധി പറയുന്നുണ്ട്. അപ്പൊ കിച്ചുവിനെ ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ള
റീസൺ ഒക്കെ നമുക്കറിയാം. കിച്ചു കുറച്ച് നാളുകൾക്ക് മുമ്പ് രേണുസുധിയെ ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ രേണുവിന് ഒരുപാട് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ പറഞ്ഞ പോലെ രേണുസുധിക്ക് ഒത്തിരി ഹേറ്റേഴ്സിനെ വാങ്ങിക്കൊടുത്തു കിച്ചു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ രേണുസുധിയെ ബന്ധപ്പെട്ടുകൊണ്ട് കിച്ചു ഇട്ട സമയത്ത് ഒത്തിരി പേരാണ് രേണുസുധിക്കെതിരായിട്ട് പല അഭിപ്രായങ്ങളായിട്ടും ഒത്തിരി വീഡിയോസ് ആയിട്ടൊക്കെ പുറത്തു വന്നതും അതിൽ പിന്നെ രേണുസുധിക്ക് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ ഫേസ് ചെയ്യാനായിട്ടായാലും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കിച്ചു ഇതുവരെയും എന്നെ വിളിച്ച് ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുമില്ലെന്നും പറഞ്ഞു. അതായത് ക്യാൻസർ എന്നുള്ളൊരു രോഗം രേണുസുധിക്ക് ഉണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വരാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 ആഴ്ചയായി. ഈ 1.5 ആഴ്ചയായിട്ടും കിച്ചു വിളിച്ചിട്ട് ഇതിങ്ങനെ ഒരു രോഗം അമ്മയ്ക്കുണ്ടോ എന്നുള്ള കാര്യം ഇതുവരെയും ചോദിച്ചിട്ടില്ലെന്നും, ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ അടുത്ത കാലത്ത് ഫാമിലി മെമ്പേഴ്സും അടുത്തുള്ള സുഹൃത്തുക്കളും ഈ ഒരു കാര്യം അറിഞ്ഞ കൂട്ടത്തിൽ കിച്ചും ഇതറിഞ്ഞു കാണണം, പക്ഷെ എന്നെ ഇതുവരെയും വിളിച്ച് ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ട് ചോദിച്ചിട്ടില്ലെന്നും കൃത്യമായിട്ട് രേണുസുധി പറയുന്നുണ്ട്. ഇനി അത് ചോദിക്കാനായിട്ടും യാതൊരു സാധ്യതയും ഇല്ല. കാരണം കിച്ചു രേണുസുധി ഈ രണ്ട് കൂട്ടരും എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് അന്ന് കിച്ചുവിന്റെ ആ ഒരു വീഡിയോ പുറത്തിറക്കിയപ്പോൾ അവിടെ വെച്ച് അങ്ങ് തീർന്നു. കാരണം അത്രയും ഒരു മാനഹാനിയാണ് ഈ രേണുസുധിക്ക് കിച്ചുവിന്റെ ആ ഒരു വീഡിയോയിലൂടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി സംസാരിച്ച് ഒത്തുചേരാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. എന്തുണ്ടെങ്കിൽ തന്നെ ഒരു രോഗത്തിനെ പ്രതിഷേധിക്കാനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രേണുസുധി. കിച്ചു ഇനിയും ആ ഒരു മനോഭാവത്തോടുകൂടി നിൽക്കരുത് എന്നുകൂടിയാണ് എനിക്ക് ഒരു വീഡിയോയിൽ പറയാനുള്ളത്. എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ കൂടെ നിന്നായാലും എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ടല്ല, ഒരു മെന്റൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ പറയുന്ന പോലെ കിച്ചു ഇതുവരെയും വിളിച്ചിട്ടില്ല എന്ന് കേൾക്കുന്നു. ഈ ഒരു വീഡിയോയിൽ രേണുസുധി കൃത്യമായിട്ട് റിപ്പോർട്ട്സ് അടക്കം കാണിച്ചിട്ട് പറയുന്നുണ്ട് ക്യാൻസർ സ്ഥിരീകരിച്ചു, കീമോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണെന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴെങ്കിലും കിച്ചു തീർച്ചയായിട്ടും രേണുസുധിയെ വിളിച്ച് സംസാരിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എങ്ങനെ റിയാക്ഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യണമെന്ന് പോലും എനിക്ക് ഒരു മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന പോലെ എപ്പോഴും ആക്റ്റീവ് ഫേസ് ആയിട്ട് നിന്ന രേണുസുധി റീൽസിലും ഷോർട്ട് ഫിലിമിലും ബിഗ് ബോസിൽ ഉൾപ്പെടെ ഒത്തിരി ഈ പറയുന്ന എന്താ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒത്തിരി ഹെയ്റ്റേഴ്സ് വരുമ്പോഴും ആരെയും നോക്കാതെ എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടം എന്നുള്ള രീതിയിൽ പല കണ്ടന്റുകളും യൂട്യൂബിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ യൂട്യൂബിലല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉൾപ്പെടെ ചെയ്യുന്ന രേണുസുധി. അപ്പം ഇങ്ങനെ ഒരു ഫേസോട് കൂടിയുള്ള രേണുസുധിയെ കണ്ട് ഇത്തരത്തിൽ സങ്കടപ്പെട്ട് ഒരു രോഗത്തിന് മുമ്പിൽ കീഴടങ്ങാൻ നിൽക്കുന്ന ഒരു വ്യക്തിയായി കാണുമ്പോൾ ഒത്തിരി സങ്കടമുണ്ട്. എന്തൊക്കെയാണെങ്കിലും എത്രയും പെട്ടെന്ന് റിക്കവർ ആയിട്ട് രേണുസുധിക്ക് വരാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് റിക്കവർ ആവും. എല്ലാവിധ ഭാവുകങ്ങളും അതുപോലെ എല്ലാവിധ സഹായങ്ങളും പ്രഖ്യാപിക്കുന്നു. ഈ പറയുന്ന പോലെ എത്രയും പെട്ടെന്ന് റിക്കവർ ആയിട്ട് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു കമന്റ് ബോക്സിന്റെ അടിയിൽ രേണുസുധിയെ ബന്ധപ്പെട്ടുകൊണ്ട് മോശം കമന്റുകളൊന്നും ഇടരുത് കേട്ടോ. കാരണം പുള്ളിക്കാരത്തി പറയുന്ന പോലെ ഇത് ഫേക്ക് ഒന്നുമല്ല, ഇതൊക്കെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ഒഫീഷ്യലി സ്ഥിരീകരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതൊന്നും ഫേക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആരും കമന്റ്സ് ഇടരുത് കേട്ടോ. ഒരാളുടെ ഒരു മോശം സിറ്റുവേഷനിൽ നമ്മൾ ഒരിക്കലും അയാളെ ഇത്തരത്തിൽ ചവിട്ടി താത്തുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. അത്തരത്തിൽ ആരും ചെയ്യരുത്. അപ്പോൾ എത്രയും പെട്ടെന്ന് റിക്കവർ ആവട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്